അസ്സലാമലൈക്കും. അപ്പോൾ വൈകുന്നേരം ഞാൻ കുറച്ച് ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മണിക്കൂർ എന്തായാലും വെക്കേണ്ടി വരും. അങ്ങനെ 2 മണിക്കൂർ ഞാൻ കുഴച്ച് വെച്ചിട്ട് രാത്രിക്കൊക്കെ കുറച്ച് ചോറൊക്കെ വെച്ചു കേട്ടോ. ചോറ് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സീഡി മീനാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ കുറച്ച് പൊരിക്കാം, കുറച്ച് ഫ്രിഡ്ജിൽ നാളേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കത്രി കൊണ്ട് കട്ടാക്കി കേട്ടോ. എളുപ്പത്തിൻ്റെ പണിയാണല്ലോ എല്ലാവരും നോക്കുന്നത്. അങ്ങനെ ഞാൻ കത്രി കൊണ്ട് കട്ടാക്കി കുറച്ച് മസാലകളൊക്കെ ചേർത്ത് വെച്ച് കുറച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചു. അതിനിടയിൽ കുറച്ച് മീൻ മറ്റതും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിതാ എല്ലാ മസാലകളും ഇട്ട് ഇതിനെ മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് മീനൊക്കെ കിട്ടിയെന്ന് ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാത്രി ആയതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു മടി തോന്നി കേട്ടോ. ഇതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് കാണുന്നതാണ് കേട്ടോ വലിയതുപോലെ. ഇത് ചെറിയ മത്തിയാണ്. അതിനിടയിൽ ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് മത്തിക്ക് മുളകൊക്കെ അരച്ചു കേട്ടോ മിക്സിയിൽ. പക്ഷേ എനിക്ക് ഭയങ്കര മടി തോന്നി. കുറേ സമയമായി ഞാൻ കിച്ചണിൽ നിന്നിട്ട് കാല് ഭയങ്കര വേദന എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനതിനെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ട് പിന്നെ മക്കൾക്ക് ചോറ് കൊടുക്കണം. അതിനിടയിൽ മക്കൾ മദ്രസയിലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇതാ ഇവിടെ സ്കൂളിലത്തെ എന്ത് എഴുതാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനിടയിൽ ഞാൻ മീനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് എന്തായാലും ചോറൊക്കെ കൊടുക്കണം. അങ്ങനെ മദ്രസ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഇരുന്നതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പായൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ അതൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിതാ ചപ്പാത്തിക്ക് കുഴക്കാൻ തുടങ്ങി. 2 മണിക്കൂറായിട്ടോ കുഴച്ച് വെച്ചിട്ട്. അപ്പോൾ നല്ല മയം വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ നല്ല വട്ടത്തിൽ പരത്തിയിട്ട് നമ്മളെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ രാത്രിക്ക് എനിക്കും ഭർത്താവിനും ചപ്പാത്തിയാണ്, അവർക്കൊക്കെ ചോറ് കൊടുക്കലാണ്. അങ്ങനെ നമ്മളെ ചപ്പാത്തിയൊക്കെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഒരു പുതിയൊരു വീഡിയോയുമായി വരാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരിലേക്കൊന്ന് ഷെയർ ആക്കി കൊടുക്കുക. അസ്സലാമു അലൈക്കും.